റബ്ബേ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാരും മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും മീസാനുമെല്ലാം പറഞ്ഞു തരുമ്പോ പരിഹസിക്കുന്നവരെ കളിയാക്കുന്നവരെ ഞങ്ങൾ ഇങ്ങനെയാ ഉസ്താദ്, നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞാലും പെങ്ങളെ ഞങ്ങളെ തലമറക്കില്ല സിറാജ്, ഞങ്ങൾ തലമറയ്ക്കാറില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ നടക്കൂ. ഇതൊക്കെ ഫാഷനാണ്, ഇതൊക്കെ മോഡലാണ്. പായിപ്പാടുള്ള ഉമ്മ അള്ളാടെ മുമ്പിൽ എന്തു പറയും പെങ്ങള്? മദ്രസയിൽ പഠിക്കുന്ന പെൺകുട്ടികള് അള്ളാഹുവേ ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് മദ്രസയിൽ വരും. മദ്രസ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോ തല പോലും മറയ്ക്കാത്ത ഉമ്മ. അള്ളാഹുവേ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറയുന്ന പെങ്ങളോട് പറയുകയാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാതെ വേണമെങ്കിലും നടന്നോ, ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ. ജീവിതം ആസ്വദിക്കാനുള്ളതാ, സുഖിക്കാനുള്ളതാ. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ഞങ്ങൾ മാറില്ലെന്ന് പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. അള്ളാന്റെ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമല്ലോ, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇത് ഖുർആനിലെ ഒന്നാമത്തെ ആയത്താ. ഇനി അവസാനം ഒരായത്തുണ്ട്. ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. ഇനി അവസാനം ഒരായത്തുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളൊക്കെ എന്നാ വേണമെങ്കിലും പറഞ്ഞോ, നമ്മളിങ്ങനെ. ഇപ്പം നമ്മളൊക്കെ ഇപ്പം ഇവിടെ ജുബയും തൊപ്പിയൊക്കെ എല്ലാത്തിനും ഉണ്ട്, അറിയാമല്ലോ. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ ഉസ്താദേ, മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. മാറണ്ട, ആസ്വദിക്ക്, ജീവിതം അടിച്ചു പൊളിക്ക്, നിങ്ങൾക്ക് തോന്നണ പോലെ ജീവിക്ക്. നമ്മളും പറച്ചൽ കുറയ്ക്കൂല, നമ്മളിങ്ങനെ പറച്ചൽ കുറയ്ക്കൂല, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്ക്. പക്ഷേ അള്ള ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് ഖുർആനിലെ അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? ഖുർആനിൽ അവസാനത്തെ ആയത്ത് ഏതാ? ഓൻ തോടി എവിടെ വരെ ഓടും മോനെ. പച്ച മലയാളം ചോദിച്ചാ അള്ളാഹു പറയാ, നീ എവിടെ വരെ പോകാനാ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ല ചോദിക്കുക, നീ എവിടെ വരെ പോവാനാ? നീ എവിടെ പോയാലും എൻ്റെ അടുത്ത് തന്നെ വരും. നീ ഇനി ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും അവസാനം പായിപ്പാട് പള്ളിയുടെ പറമ്പിൽ തന്നെ നിന്നെ കൊണ്ടുവരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.